ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കെട്ടി ഒരുങ്ങി എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആർമി ക്യാൻറ്റീന് പുറത്തോട്ട് പോകണം. കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, കുറേ നാളായിട്ട് പോയിട്ട്. അപ്പോൾ കെട്ടിയമാരില്ലാത്തപ്പോൾ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചാൽ പോകുന്ന കാരണം കാർഡ് എടുക്കണം, അതെടുക്കണം, ഇതെടുക്കണം. അപ്പോൾ തലയിൽ കുറേ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്നാമത് എനിക്ക് മറവിയും കൂടെ. അങ്ങനെ ഞാനും സ്നേഹം കൂടെ റെഡിയായിട്ട് ഇറങ്ങി. വൈകി സ്കൂളിൽ പോയി. ചിപ്പൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്തുള്ളൊരു മലയാളി ഫാമിലി ഉണ്ട് കേട്ടോ, അവിടെ അടുത്തോട്ടാക്കി. എന്നിട്ട് ഞങ്ങളിങ്ങനെ ക്യാൻറ്റീൻ്റെ അകത്ത്, നമ്മുടെ ബീച്ചിനകത്ത് വണ്ടിയൊക്കെ വെച്ചിട്ട്, കാരണം പുറത്ത് നമുക്ക് ഇറങ്ങി പോകാനുള്ള അത്ര ധൈര്യമില്ല, കാരണം ഇത് ഹൈവേ ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഈ പാലം കയറി അങ്ങ് ഇറങ്ങിയാൽ മതി. പാലത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, അറ്റമൊക്കെ ഇങ്ങനെ തുരുമ്പിച്ചിരിക്കുമോ, എപ്പോഴാണ് ഇതിൻ്റെ കീഴിൽ കൂടെ അങ്ങ് പോകുന്നതെന്ന് അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പോകാം. അപ്പോൾ പാലത്തിന് മേലിൽ നിന്നുള്ള വ്യൂ കണ്ടോ, നല്ല രസമാണ് കേട്ടോ. ഒന്നാമത് ഈ മൂടലൊക്കെ ഉള്ള സമയത്ത് പോകുമ്പോൾ അങ്ങ് അറ്റൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കാണ് കേട്ടോ ഇറങ്ങിയത്. ഉച്ച സമയത്തെ കാലാവസ്ഥയാണ് ഇത്. അപ്പം അങ്ങനെ ഇച്ചിരി നോർമലായിട്ട് പോകുന്ന സമയത്തൊക്കെ അല്ലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത് തന്നെയാണ്, ക്രോസ് ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്മാർട്ട് പോയിന്റ് ഉണ്ട്. അപ്പം സ്മാർട്ട് ബസാർ, അപ്പോൾ അവിടെ കേട്ടോ പോകുന്നത്. മുളച്ചിരിക്കുന്നല്ലോ എന്ന്. അപ്പം വീട്ടിൽ തന്നെയാണ് അവസ്ഥ. നമ്മൾ ഉള്ളി വാങ്ങിച്ചാൽ 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മുളച്ച് പൊട്ടി വരും. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഓണിയനൊന്നും പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മേടിച്ച് വെക്കുന്ന ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയനൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അല്ലാതെ ബീച്ചിനൂടെ പോകുമ്പോൾ വേറൊരു ബസാറുണ്ട്, അവിടെയാണ് പോകുന്നത്. നമ്മൾ പുറത്ത് പോകുമ്പോൾ വേറൊരു ബസാറുണ്ട്, അപ്പോൾ അവിടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ സ്നേഹ പറഞ്ഞത് ഇവിടെ അടുത്തൊരു ബസാറുണ്ട്, അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരമൊന്നും പോകണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ അത്യാവശ്യം നല്ല നോർമൽ റേറ്റിലാണ് കേട്ടോ, നല്ല കമ്മിയുണ്ട് റേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ നിന്ന് എടുക്കാമെന്ന്. കുറേ ലൂസിനും പിന്നെ അല്ലാതെ പാക്കറ്റിലും എല്ലാ ഐറ്റംസ് കിട്ടും കേട്ടോ, നല്ല റേറ്റ് കുറവുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പക്ഷേ ഇതൊന്നും വാങ്ങിച്ചിട്ട് ഇതെല്ലാം നമുക്ക് ക്യാൻറ്റീനിൽ കിട്ടും. അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് ക്യാൻറ്റീനിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് അവിടെ നിന്ന് തന്നെ അങ്ങ് വാങ്ങിക്കാൻ വെച്ചു. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കൂ. സ്ട്രോബെറിനകത്ത് 100 എഴുതിയേക്കുന്നതെങ്കിലും നമുക്കൊരു 60 രൂപയ്ക്ക് കിട്ടും കേട്ടോ അവിടുന്ന്. അങ്ങനെ ഓരോന്നിനും അതിനകത്ത് എഴുതിയേക്കുന്ന റേറ്റിനേക്കാളും കുറച്ചുകൂടെയൊക്കെ അവർ കുറച്ച് തരും. പിന്നെ നമ്മളാണെങ്കിൽ യോഗട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാംഗോയുടെ ഫ്ലേവറാണ് വാങ്ങിച്ചത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ ഫ്ലേവർ സ്നേഹം പറയുന്നത് കേട്ടോ, ബ്ലൂബെറിയുടെ ഫ്ലേവർ അത്ര കൊള്ളില്ല എന്ന്. പക്ഷേ അതുകൊണ്ട് ഞാൻ മാംഗോയുടെ എടുത്തു. പക്ഷേ മാംഗോയുടെ നല്ല ഫ്ലേവറാണ് കേട്ടോ യോഗട്ടിൻ്റെ. അങ്ങനെ കുറേ സാധനങ്ങൾ. ഏറ്റവും കൂടുതൽ നമുക്ക് പോയത് കൊണ്ട് ഉപകാരപ്പെട്ടത് ഇതാണ്, കരിവേപ്പില. നാട്ടിൽ കരിവേപ്പില നമ്മളിങ്ങനെ കളയും. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില അറിയുന്നത്. ഇവിടെ അങ്ങനെ കരിവേപ്പില കിട്ടത്തേ ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഒരു സമ്മറൊക്കെ ആണെങ്കിൽ പിന്നെയും ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ കാണും. ഈ സമയത്ത് കരിവേപ്പില കിട്ടത്തേ ഇല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോഴത്തേക്ക്. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന ഇലകളൊക്കെ ഇങ്ങനെ എടുത്തു. കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതെല്ലാം തൂക്കി പിടിച്ചോണ്ട് ഞങ്ങൾ നേരെ ക്യാൻറ്റീനിലോട്ട് വെച്ച് പിടിച്ചു. വീട്ടിൻ്റെ അവിടെ അടുത്തൊരു ക്യാൻറ്റീനുണ്ട്, അപ്പോൾ ആ ക്യാൻറ്റീനിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നാണ് നമ്മൾ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. നേരത്തെ ഒരു പ്രാവശ്യം ഒരു വീഡിയോയിൽ ഞാൻ ആ കോംപ്ലക്സ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കോംപ്ലക്സിനകത്ത് ഒരു ക്യാൻറ്റീനിലാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കോൾ വരും, നമ്മൾ വണ്ടി നിർത്തും, എന്നിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ അടുത്ത ആൾക്ക് കോൾ വരും, പിന്നെ 2 പേരും വണ്ടി നിർത്തും, സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ വളരെ സമയമെടുത്തിട്ടാണ് വീട്ടിലെത്തിപ്പെട്ടത്. അതിന് ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിക്കാനായിട്ട് അടുത്ത ഒരു കോംപ്ലക്സിൽ കൂടെ കയറി. എന്നിട്ട് അങ്ങനെ ചിക്കനും വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് ഇതെല്ലാം ഇങ്ങനെ നിരത്തി പെറുക്കി വെക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ.